ഹലോ, എല്ലാവർക്കും വലിയൊരു നമസ്കാരം. ഇന്ന് ഞായറാഴ്ച കാലത്ത് ചുമ്മാ അങ്ങനെ ഇരുന്നപ്പോഴാട്ടോ. എല്ലാ ഞായറാഴ്ച അമ്പലത്തിൽ പോകാറുണ്ട്. ഇന്നും രാവിലെ തന്നെ ഞാൻ കുളിച്ച് അമ്പലത്തേക്ക് പോകാൻ റെഡിയായി. ഇവിടെ എറണാകുളം നോർത്തിലെ പരമാര ദേവി ക്ഷേത്രത്തിലാണ് ഞാൻ രാവിലെ വന്നത്. പരമാര ദേവി ക്ഷേത്രം എന്ന് പറയുമ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു ക്ഷേത്രമാണ്. വളരെ ശക്തി ഉള്ള ഒരു അമ്പലം കൂടിയാണ്. രാവിലെ വന്ന് ഞാൻ അമ്പലത്തിൽ കയറി തൊഴുതു. പുറത്ത് നമ്മുടെ ആലിങ്കൽ ഭഗവതി എന്ന് പറയും. ഇത് ഒരാൽത്തറയിലുള്ള ഒരു ഭഗവതിയാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നല്ലൊരു ആളുടെ വലിപ്പത്തിലുള്ള ഒരു വിഗ്രഹമാണ്. നമുക്ക് അവിടെ നിന്ന് തൊഴുമ്പോൾ ശരിക്കും നമുക്ക് വല്ലാത്തൊരു ഫീൽ വരും. നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരാളോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കുന്ന പോലെ, നമുക്ക് പരാതി പറയുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വല്ലാത്തൊരു സുഖമാണ്. എനിക്ക് പ്രത്യേകിച്ച് ഈ അമ്പലത്തിൽ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളൊരു ഏരിയയും കൂടിയാണ് ഈ ഒരു സ്ഥലം കേട്ടോ. പിന്നെ അത് 2 വഴിപാട് കൗണ്ടറുണ്ട്. ഒന്ന് പുറത്തും ഒന്ന് അകത്തുമായിട്ട്. ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് അകത്തുള്ള വഴിപാട് കൗണ്ടറിൽ ആളുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പുറത്തുള്ളതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ വന്ന് ഞാൻ നേരത്തെ ഉള്ളിൽ കയറി തൊഴുതിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് പ്രസാദം വാങ്ങിച്ചു. ഞാൻ ഇലയിൽ വാങ്ങിച്ചില്ല. ഇലയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കത് കളയാനുള്ളൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. സൂക്ഷിച്ച് വെക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് തട്ടത്തിൽ വാങ്ങിച്ചു. അതിലെടുത്ത് പറയാം, അവിടുത്തെ ഗുരുതി ഉണ്ടല്ലോ, നമുക്ക് സേവിക്കാൻ വേണ്ടി തരുമല്ലോ. ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത്. നമുക്ക് മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെയല്ല, ഞാൻ അവിടെ നിന്നും കുടിക്കാറില്ല. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ച്. അങ്ങനെ കുങ്കുമം, നമ്മളുടെ ഒരു മഞ്ഞൾ പ്രസാദമുണ്ട്, അത് 2ഉം കൂടെ തൊട്ടു. അവിടെ വലിയൊരു കണ്ണാടി ഉണ്ട്. എല്ലാവരും അവിടെ കണ്ണാടിയുടെ മുമ്പിൽ വന്നിട്ടാണ് തൊടുന്നത്. ഞാനും അവിടെ നിന്ന് തൊട്ടു കേട്ടോ. ഭംഗിയുണ്ടോ? പിന്നെ അങ്ങനെ നേരെ ഒന്ന് വലം ചുറ്റി വരുമ്പോൾ തന്നെ തൊട്ടപ്പുറത്തൊരു ആൽമരമുണ്ട്. ആൽമരച്ചോട്ടിലാണ് നമ്മുടെ കൃഷ്ണനും അതുപോലെ തന്നെ ബ്രഹ്മരക്ഷസും ഉണ്ട്. ഞാൻ 2ാമത്തെ വഴിപാട് കൗണ്ടർ പറഞ്ഞ ഇതാണേ, ആ ദൂരത്ത് കാണുന്നത് കണ്ടോ. അത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നവർക്കൊക്കെ എളുപ്പത്തിൽ അങ്ങോട്ട് കയറാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതാണ് കൃഷ്ണൻ്റെ ഒരു ചെറിയൊരു അമ്പലം. നമുക്ക് ഇവിടെ തൊഴുമ്പോൾ നമുക്ക് ഗുരുവായൂർ അമ്പലം നമുക്ക് അറിയാതെ ഓർമ്മ വരും കേട്ടോ. അത് വലിയ അമ്പലമാണെങ്കിൽ ഇത് കുഞ്ഞമ്പലം. രണ്ടും ഒരാൾ തന്നെയാണല്ലോ. അതുപോലെ തന്നെ ഇത് വലിയ ആൽമരാണ്. ഭയങ്കര രസം അത് കാണാൻ. ഭയങ്കര കൂളിംഗ് ആണ് നമുക്ക് ഇതിൻ്റെ താഴെ നിൽക്കുമ്പോൾ. അവിടെ കുറേ ആളുകൾ മാലകളും ഫോട്ടോസൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണ് അവിടെ കൊണ്ടുവന്നിട്ടിരിക്കണമെന്നൊന്നും അറിയില്ല. ഈ കൃഷ്ണനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടെ എന്താ പറയുക, ബ്രഹ്മരക്ഷസിൻ്റെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. അവിടെയും ഒരു വലത്തെടുത്ത് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. എപ്പോൾ വരുമ്പോഴും നമുക്ക് അവിടെ വരുന്ന എല്ലാവരും തന്നെ ഈ ഒരു റൗണ്ട് കറങ്ങാതെ നമുക്ക് വരാനും പറ്റില്ല. നമുക്കങ്ങനെ ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു ഫീല് കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ അത്. പിന്നെ നമുക്കിവിടെ നടക്കുമ്പോൾ ചളിയാവോ അങ്ങനെയൊന്നുമില്ല. നന്നായിട്ട് ടൈൽ ചെയ്തിട്ട് നല്ല വൃത്തിയുള്ളൊരു ക്ഷേത്രം കൂടിയാണ്. പരിസരമാണെങ്കിൽ ഒരു ചവർ പോലും കിടക്കാതെ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവിടെ ഓരോരുത്തരും. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആളുകളും അതെ കേട്ടോ, സ്റ്റാഫുകൾ നന്നായിട്ട് നമ്മളെ കാണുമ്പോൾ ചിരിക്കുകയും അതുപോലെ ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ആളുകളുമാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാനും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ആളുകളും കൂടെ അവിടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ പോകാൻ. ഇത് നാഗദൈവങ്ങളുടെ ഒരു സ്ഥലമാണ്. ഇവിടെ നാഗപൂജ ചില ദിവസങ്ങളിലൊക്കെ അവിടെ നാവൂർ പാടില്ലേ, അങ്ങനെ ഈ നാഗദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ടുള്ള എന്താണ് പറയുക, നമ്മൾ നാഗപ്പാട്ടം അങ്ങനെ പറയില്ലേ, ആ സംഭവം ഉണ്ടാവാറുണ്ട്. എനിക്കിനി ഉപദൈവങ്ങളുടെ പേരൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഇവിടെ വരുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീല്. നമുക്ക് മണ്ണാർശാല പോയ പോലെയോ അതുപോലെ അതിന് ചെറിയൊരു ആംബിയൻസും ഉണ്ട് അവിടെ. അതിന് സൈഡിലൊരു മരമൊക്കെ ഉണ്ട്. നന്നായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു വല്ലാത്തൊരു സുഖമാണത്. അങ്ങനെ നമ്മളൊരു ഫുൾ റൗണ്ട് ചുറ്റി വന്നു. അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വീണ്ടും എത്തി. അവിടെ ഒരു കിടാവിളക്ക് അവിടെ സ്ഥിരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കൊടിമരച്ചോടാണത്.
പിന്നെ അവിടെ തന്നെ ഒരു തുലാഭാരം നടക്കാൻ വേണ്ടിയിട്ട് അവിടെ ആരൊക്കെയോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവരെ എടുത്തില്ല. തീർച്ചയായിട്ടും അപ്പം ഇന്നത്തെ എൻ്റെ തൊഴൽ കഴിഞ്ഞ് ഞാൻ എൻ്റെ വണ്ടിക്ക് എടുത്ത് പോവാണ്. അതിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പ് തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് ഇതാണ് കേട്ടോ എൻ്റെ വണ്ടി. പാലക്കാട് രജിസ്ട്രേഷനാണ്. എറണാകുളത്ത് ഓടിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച ദിവസം ഇങ്ങനെ തുടങ്ങാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് മെസ്സിൽ നിന്ന് ഫുഡില്ലാത്തതുകൊണ്ട് നേരെ സമൃദ്ധിയിൽ വന്നിട്ട് ചൂടുള്ള കഞ്ഞി കുടിച്ചു. കഞ്ഞിയാകുമ്പോൾ നമുക്ക് ക്ഷീണത്തിന് നല്ലതാണ്, അതുപോലെ ഏറ്റവും നല്ല ഫുഡല്ലേ. എനിക്കിവിടെ വരാനിഷ്ടമാണ്. അപ്പോൾ വീഡിയോ കണ്ടതിൽ സന്തോഷം. നന്ദി, നമസ്കാരം.